ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് ചെറുപയർ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേകും. എന്നാൽ നമുക്കെല്ലാം എളുപ്പപ്പണിയാണല്ലോ. അന്നത്തേക്ക് നമ്മൾ ഇതാണ് ഇങ്ങനെ പെട്ടെന്ന് കുക്കറിലിട്ട് വേവിക്കുവാണ് കേട്ടോ. ചട്ടിക്കകത്തിട്ട് വെള്ളം വേവിക്കാം. അതാകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ടേസ്റ്റും കൂടുതൽ കിട്ടുവേ. അത് ഇപ്പം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ചുമന്ന മുളകും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സവോളയും ചുമന്നുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്തിന് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാവേ. എല്ലാവരും ഈ രീതിയിൽ തന്നെ ആയിരിക്കും അല്ലേ മെഴുക്കുവരട്ടി വെക്കുന്നത്. ഈ രീതി വെച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് കടുക് പൊട്ടി വരുന്ന സമയത്തിന് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തിന് വേണം നമ്മൾ ഉള്ളിയും സവോളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചുമന്നുള്ളി മാത്രം വേണമെങ്കിലും എടുക്കാം, സവോള മാത്രം വേണമെങ്കിലും എടുക്കാം. എങ്ങനെ എടുത്താലും ടേസ്റ്റിന് വേറെ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തിന് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ചുമന്ന മുളകില്ലെങ്കിലും മൂത്ത് വരുന്ന സമയത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേണമെങ്കിലും വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് തേങ്ങ ചേർക്കുന്നവരും ഉണ്ട്. പക്ഷേ ഞങ്ങൾ തോരൻ വെക്കുന്നത് വേറെ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞങ്ങൾ മെഴുക്ക് പുരട്ടി എന്നാണ് പറയുന്നത്. ചിലരിങ്ങനെ വെക്കുന്നതിനും തോരൻ എന്ന് പറയാറുണ്ട് കേട്ടോ പല സ്ഥലത്തും. പിന്നെ ചെറുപയർ പെരട്ടെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അന്നേരം നമുക്ക് ഒത്തിരി അങ്ങ് വെന്ത് പോവുകയും ചെയ്യില്ല, ഒത്തിരി വേഗാതിരിക്കുകയും ചെയ്യില്ല. ഞാൻ കാണിച്ച ആ ഒരു പരുവില്ലേ അതുപോലെ കറക്റ്റായിട്ട് വേവണം കേട്ടോ. ഇച്ചിരി ഒന്ന് പൊട്ടി വരണം, എന്നാലേ ഉള്ളൂ ചെറുപയറിൻ്റെ ടേസ്റ്റ് മൊത്തം നമുക്ക് കറക്കി കിട്ടത്തുള്ളേ. ഇപ്പോൾ തേണ്ട നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഏറെ എടുത്താലും ടേസ്റ്റ് നന്നായിട്ട് കൂടത്തേ ഉള്ളൂ. കുറച്ച് എടുക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടത്തില്ലേ. ഞാൻ അതുകൊണ്ട് ഇച്ചിരി ഏറെ സവോള എടുത്തിട്ടാണ് കേട്ടോ ചതയ്ക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അതിനകത്ത് തന്നെ കിടന്ന് ചെറിയ തീയിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലും വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോഴത്തേക്ക് സവോള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറുപയറിന് ഉപ്പ് ചേർത്തത് കൊണ്ട് സവോളയ്ക്കും മുളകിനും ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം കുറച്ചൊന്ന് മൂത്ത് വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മുളക് ഇടാനായിട്ട്, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകുവേ. ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് മുളക് ചതച്ച് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാവേ. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ നമുക്ക് മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കാതെ വേണമെങ്കിൽ ഉള്ളിയും മുളകും ഇടിച്ചിട്ട് അങ്ങനെ വേണം വെക്കാം. മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് മുളകാണ് കേട്ടോ എടുത്തേക്കുന്നത് ചതച്ചത്. അതുമല്ല ഇപ്പോൾ നല്ലതായിട്ട് നമ്മൾ മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. അപ്പോഴത്തേക്ക് മുളക് പൊടി പൊടിപ്പിച്ചതായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ചേർക്കുന്നത്. നിറം കുറവാണ്, പക്ഷേ നല്ല എരിവാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടെ കളറ് കിട്ടും കേട്ടോ. ഇപ്പോൾ തേണ്ടാണ്ട് മുളക് പൊടിയും അതും കൂടി ഇട്ടിട്ട് കരിഞ്ഞു പോവാതെ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് പയർ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ രീതി മെഴുക്കുവരട്ടി വെച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് കുഞ്ഞിലേ മുതൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇതുപോലെ ചെറുപയർ മെഴുക്കുവരട്ടി, വൻപയർ മെഴുക്കുവരട്ടിയൊക്കെ കേട്ടോ. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവേ. ലാസ്റ്റ് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ പയർ വേവിക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ തുള്ളി ഒഴിക്കുവാണെങ്കിൽ ഇച്ചിരി ഒന്ന് കുഴഞ്ഞിരിക്കുന്ന അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നിങ്ങനെ ഒഴിക്കുന്നില്ലേ. അപ്പോൾ നമ്മുടെ അടിപൊളി ചെറുപയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. അടുത്ത വീഡിയോ ഉടനെ വരാം.